ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിതാ ആലത്തൂരാണ് കേട്ടോ. അപ്പോൾ ആലത്തൂർ കുറേ ദിവസം ഇരിക്കാനൊന്നും പോയതല്ല, രാവിലെ പോയിട്ട് രാത്രി വരുന്ന പോലെ പോയതാണ്. പിന്നെ ഇതിപ്പോൾ സ്കൂളുണ്ടല്ലോ, അതുകൊണ്ട് നമുക്ക് ഇപ്പോൾ ഇരിക്കാനൊന്നും പറ്റില്ല. അപ്പം എന്തായാലും കുറേ ആയില്ല ആലത്തൂർ പോയിട്ട് വന്നിട്ട് ഞങ്ങളൊരു സൺഡേ വന്നതാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ എവിടേക്കാണ് പോകാൻ നിൽക്കുന്നത് പറഞ്ഞാൽ ഉമ്മാൻ്റെ വീട് കെട്ടുന്നുണ്ട് അവിടെ. അപ്പോൾ മാമ ഇവിടെ വീട് കെട്ടുന്നുണ്ട്, അപ്പോൾ അത് നമ്മൾ നോക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ വീട് കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പോണ വഴിയിൽ ഇതാ ഒരു കോവയ്ക്ക വാവച്ച ഞങ്ങൾക്ക് പറിച്ചു തന്നാണ്. കുഞ്ഞു കോവയ്ക്കയാണ് കേട്ടോ. അപ്പോൾ ഞാനും ചാച്ചും കുഞ്ഞാനിയും വാവച്ചിയും കഴിക്കുകയാണ്. അത്ര ഫ്രണ്ട്സ് നല്ല രസമായിരുന്നു. പിന്നെ ഞങ്ങൾ പോയത് കല്യാണത്തിനായിരുന്നു. അപ്പം അമ്മ വന്നിട്ട് പിന്നെ ഒരു കല്യാണം ഉണ്ടായിരുന്നു പറഞ്ഞിട്ട് എന്നെയും കുഞ്ഞാനിയും ചാച്ചുനെയും വാച്ചിനെയും കൂട്ടിയിട്ട് പോയി. അങ്ങനെ ഞങ്ങൾ 5 ആളും കൂടെ കല്യാണത്തിന് പോയപ്പോഴാണ് ഉമ്മയും അമ്മനെയും കൂടെ ഇതാ വീട് കെട്ടണ അവിടേക്ക് വന്നത്. അപ്പോൾ ഇതിപ്പോൾ വീടെടുക്കുമ്പോൾ ഉമ്മയും അമ്മനെയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെയാണ് ഞങ്ങൾ വന്നത് ഇവിടേക്ക്. ഫ്രണ്ട്സ്, ഇത് ഒരു സിറ്റ് ഔട്ടാണ്. അപ്പോൾ ഫ്രണ്ടേജ് നിങ്ങൾ കണ്ടല്ലോ ഫ്രണ്ട്സ്. അപ്പോൾ ഇത് കയറുന്നത് സിറ്റ് ഔട്ടാണ്. ഈ ഒരു നീളത്തിലാണ് കേട്ടോ ഇവിടെയുള്ള സ്ഥലം നീളത്തിലാണ്. പിന്നെ ഇതാ കയറുമ്പോൾ ഇവിടെ ഒരു ഡിസൈൻ ഉണ്ട്. അപ്പോൾ ഇതാണ് ഹാള്. അപ്പോൾ ഇതാ ഫ്രണ്ട്സ് ഒരു ഹാളുണ്ട്. പിന്നെ സ്റ്റെയർ കേസ് ഇത് അങ്ങനത്തെ ഒരു മോഡലാണ് കേട്ടോ. ഇങ്ങനെ ചേർന്നിട്ടൊക്കെ പിന്നെ ഇവിടെ ഒരു മോഡലാണ്. പിന്നെ ഇവിടെ ഇപ്പോൾ വെള്ളം നനയ്ക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. പിന്നെ ഇതാണ് താഴത്തെ വലിയ റൂം, മാസ്റ്റർ ബെഡ്റൂമാണ്. അപ്പോൾ ഇതാണ് ഫ്രണ്ട്സ് താഴത്തെ ഈ റൂമും. താഴെ 2 റൂം, മേലെ 2 റൂമാണ്. അപ്പോൾ താഴത്തെ ഈ ഒരു റൂം ചിലപ്പോൾ താഴെ ഒരു മാസ്റ്റർ ബെഡ്റൂമും പിന്നെ സാധാ ബെഡ്റൂമാണ്. അതിൽ സാധാ ബെഡ്റൂം ചിലപ്പോൾ ഡൈനിങ് ഹാളാക്കുമെന്നും പറയുന്നുണ്ട്. എന്താണെന്ന് എനിക്ക് ശരിക്കും അറിയില്ല. ചിലപ്പോൾ ഇത് ഡൈനിങ് ഹാളാക്കും, ചിലപ്പോൾ അല്ലെങ്കിൽ അങ്ങനെ തന്നെ ബെഡ്റൂമായിട്ട് തന്നെ വിടുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഫ്രണ്ട്സ് അപ്പോൾ ഒരു ബാത്റൂം തന്നെ ഉള്ളൂ, 2 റൂമിനും കൂടെ ചേർന്നിട്ട്. താഴെ മേലെ അതേപോലെ തന്നെയാണ്. അപ്പോൾ സെപ്പറേറ്റ് ആണ് ബാത്റൂം, റൂമിലല്ല. അപ്പോൾ ഇത് വന്നിട്ട് എന്താ പറയുക വർക്ക് ഏരിയ അടുക്കളയൊക്കെയാണ്. അപ്പോൾ ഈ ഒരു ഭാഗം അടുക്കള വാഷ് ബേസുമാണ് കേട്ടോ. ഇത് അടുക്കളേൻ്റെ തിട്ടൊക്കെയാണ്, ഇത് അടുക്കള ഭാഗമാണ് കേട്ടോ ഫ്രണ്ട്സ്. ഇവിടെ ഇപ്പോൾ തിട്ട് കെട്ടി വെച്ചിട്ടുണ്ട്, കുറേ കമ്പിയൊക്കെ ഉണ്ട് വാർത്തേൻ്റെ. പിന്നെ ഇതാ വാഷ് ബേസും കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ ഇത് ഇങ്ങനെയല്ല, ഇനി നമ്മൾ കെട്ടി കഴിയുമ്പോൾ തന്നെ എന്താണെന്ന് ശരിക്കും ഒന്നും കൂടെ മോഡലൊക്കെ മനസ്സിലാവും. പിന്നെ ഇവിടെ വന്നിട്ട് വർക്ക് ഏരിയ ഇറക്കാൻ വേണ്ടിയിട്ടാണ് സ്ഥലം. ബാക്കിൽ മണ്ണൊക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് ശരിയാക്കിയിട്ട് പിന്നെ വർക്ക് ഏരിയ ഇറക്കാനാണ്. ഇതാ ഫ്രണ്ട്സ് സ്റ്റെപ്പ് ഇങ്ങനെ വളഞ്ഞിട്ടൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു മോഡൽ. അപ്പോൾ ഇതാ മേലെ നമുക്ക് നോക്കാം, താഴത്തെ അതേ മോഡൽ തന്നെയാണ് മേലെ. പിന്നെ അതേപോലെ തന്നെ കെട്ടണമെന്നുണ്ടല്ലോ. അപ്പോൾ ഇതാ ഫ്രണ്ട്സ് അവിടെ മുളയൊക്കെ ഉണ്ട്. അപ്പോൾ അമ്മിഞ്ഞ അവിടെ മേലെ വെള്ളം നനയ്ക്കായിരുന്നു കേട്ടോ, ആ ഒരു വാർത്തേൻ്റെയൊക്കെ. അപ്പോൾ ഇതാ ഫ്രണ്ട്സ് ടാങ്കൊക്കെ ഉണ്ട് ഇവിടെ വെള്ളം നിറയ്ക്കാൻ. പിന്നെ ഇതാണ് മേലത്തെ മാസ്റ്റർ ബെഡ്റൂം. അപ്പോൾ താഴെ ഇതേ സ്ഥലത്ത് തന്നെ ഒരു ബെഡ്റൂം വലുതായിരുന്നു. അപ്പോൾ ഇത് അമ്മഞ്ഞിൻ്റെയും അപ്പച്ചിൻ്റെയും എന്നാണ് പറഞ്ഞത്. പിന്നെ ഇതിൻ്റെ അപ്പുറത്തെ ഒരു ബെഡ്റൂം ചാച്ചുൻ്റെയും വാവച്ചിൻ്റെയും, താഴത്തെ വലിയ ബെഡ്റൂം പിന്നെ പാപ്പയ്ക്കും മമ്മിക്കും. പിന്നെ ഒരു ബെഡ്റൂം ഉണ്ടെങ്കിൽ അത് ഞങ്ങൾക്കാണ്. അപ്പോൾ അങ്ങനെയാണ് പ്ലാന്. അപ്പോൾ ഇതാ ഫ്രണ്ട്സ് ഇത് വന്നിട്ട് ബാൽക്കണിയാണ് കേട്ടോ. അപ്പം ഹാൾ ഇവിടെ മേലെ മാത്രത്തിൽ ചെറുതാണ്, പക്ഷെ താഴെ ഹാളുണ്ട്. അപ്പോൾ സ്റ്റെയർ കേസ് വന്നതുകൊണ്ടാണ് കേട്ടോ ഹാൾ ചെറുത്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഇങ്ങനെ 6 ആക്കൊക്കെ ആയിട്ട് ആണ്. അപ്പോൾ ചെറിയൊരു ഹാള് ചിലപ്പോൾ കെട്ടിക്കഴിയുമ്പോഴത്തേക്കും കൊണ്ട് വലുതുണ്ടാവും. ഇതാ ഫ്രണ്ട്സ് ബെഡ്റൂം, ഇത് ചെറിയ ബെഡ്റൂമാണ്. ഇത് ചാച്ചുൻ്റെയും വാവച്ചിൻ്റെയും ആണ് പറഞ്ഞത്. ഇതവിടെ ജനലൊക്കെ വെക്കണ്ട അവിടെ. അപ്പോൾ താഴെ നോക്കി അടിപൊളി ഫുള്ള് മരങ്ങളും വാഴകളും ചെടികളൊക്കെ തന്നെ ബെഡ്റൂം നമ്മൾ ജനലിൽ കൂടെ നോക്കിയാൽ കാണുക ഇവിടെ. പിന്നെ ഇത് വന്നിട്ട് ബാത്റൂം പോലെ കെട്ടാനാണ് ഫ്രണ്ട്സ്. എന്ന് വെച്ചാൽ ആകെ ബെഡ്റൂമിൽ ബാത്റൂമില്ല, അപ്പോൾ സെപ്പറേറ്റ് ആണല്ലോ ബാത്റൂം, അതുകൊണ്ടാണ് ഇത്ര വലുത്. ഇത് ഓപ്പൺ ടെറസ്സാണ്. അപ്പോൾ ഇവിടെ കല്ലും അടുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ ഫ്രണ്ട്സ് ഓപ്പൺ ടെറസ് അടുക്കളേൻ്റെ ഭാഗം. അപ്പോൾ ഇവിടെയൊക്കെ നിൽക്കുമ്പോൾ ഇവിടെ ആണെങ്കിൽ എന്താണ് ഫുള്ള് അങ്ങോട്ടും നോക്കി ഫുള്ള് വാഴകൾ ചെടികളൊക്കെയാണ്. പക്ഷെ നമ്മുടെ പാലക്കാട് നോക്കിയാലോ ഫുള്ള് സിറ്റി, പിന്നെ കുറേ വീടുകൾ അങ്ങനെയൊക്കെയാണ്. ഇവിടെ തന്നെ കണ്ടോ ഫ്രണ്ട്സ്, ഇപ്പം തന്നെ നോക്കുമ്പോൾ എന്ത് രസമാണോ, കുറേ ഓട്ടുപേര വീടുകളൊക്കെ ആയിട്ട്. പക്ഷെ അവിടെ പിന്നെ നമ്മൾ അവിടെ പാലക്കാട് മേലെ വീട് കെട്ടാൻ തുടങ്ങുന്നുണ്ട് കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ ഇവരിപ്പോൾ മേലെയും കെട്ടിയിട്ടാണ് ഇരിക്കാൻ വരുന്നത്. പക്ഷെ ഞങ്ങൾ മെല്ലെ കെട്ടുള്ളൂ പറഞ്ഞിട്ട് ഞങ്ങൾ തപ്പളാണ് കെട്ടുന്നത്. അതാ ഫ്രണ്ട്സ് ഇവിടെയൊക്കെ വെള്ളം നനയ്ക്കുകയാണ്. അപ്പോൾ അമ്മഞ്ഞി അതിനെ മേലെ കയറിയിട്ട് നനയ്ക്കുക, ഉമ്മ അതിൽ ഓസ് പിടിച്ചിട്ട് വെള്ളം എടുത്ത് കൊടുക്കുക. പിന്നെ നമുക്ക് വീഡിയോയും കൂടെ എടുക്കണമല്ലോ, അപ്പോൾ അതുകൊണ്ടാണ്. അപ്പം ഇന്ന് സൺഡേ ആയതുകൊണ്ട് നമ്മൾ വന്നതാണ്. ശനിയാഴ്ച ആണെങ്കിൽ എനിക്കും സ്കൂളുണ്ട്. പിന്നെ ഇതാ ഫ്രണ്ട്സ് ചാച്ചു നേരത്തെ വന്നു കല്യാണത്തിന് പോയിട്ട്.
അപ്പോൾ ഞാനും വാവച്ചും മമ്മിയും കുഞ്ഞാനിയും മെല്ലെ പിന്നെ വന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഉടുപ്പൊക്കെ ഇട്ടിട്ടാണ് പോയത്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞങ്ങൾ അങ്ങനെ വന്നു. ഡ്രസ്സൊന്നും മാറാൻ ടൈമില്ല പറഞ്ഞിട്ട് പിന്നെ 3 നേരം ആവണ്ട പറഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ അങ്ങനെ ഇങ്ങോട്ടേക്ക് തന്നെ വന്നു. അപ്പം ഞങ്ങൾ മമ്മനോട് പിന്നെ ഞങ്ങൾക്ക് ഇവിടെ വഴിയൊക്കെ അറിയാം കേട്ടോ. അപ്പോൾ എനിക്ക് പാലക്കാട് പോലെ എവിടെയും വഴിയൊക്കെ അറിയാറുണ്ട്. അപ്പോൾ കുഞ്ഞാനും ഞാനും ഒരേ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വന്നു. പിന്നെ ചാച്ചു ആണെങ്കിലോ നേരത്തെ വന്നതുകൊണ്ട് അവൻ വേഗം ഡ്രസ്സ് മാറ്റി. അവൻ ജീൻസ് ഇട്ടുണ്ടായിരുന്നു, ഇപ്പോൾ സാധാ ഉള്ളിരിക്കുന്ന ഡ്രസ്സ് ഇട്ടും. അപ്പോൾ ഇതാ ഫ്രണ്ട്സ് ഞാൻ എല്ലാവരും നോക്കണം. അപ്പോൾ ഞങ്ങൾ മേലെ വീട് കെട്ടിയതിന് ശേഷം ഫസ്റ്റ് ടൈമാണ് ഫ്രണ്ട്സ് വരുന്നത്. അപ്പോൾ കുഞ്ഞാനെ ഓരോ ഡൗട്ട് ചാച്ചുവിനോടും ഉമ്മാനോടൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ചാച്ചു വാച്ചൊക്കെ എപ്പോഴും വരാറുണ്ടല്ലോ. അവരിപ്പോൾ ഇരിക്കുന്ന വീട്ടിൻ്റെ അടുത്താണല്ലോ ഇപ്പോൾ കെട്ടുന്ന വീട്. അപ്പോൾ ഞങ്ങൾ പിന്നെ ഇപ്പോഴല്ലേ വന്നത്. പിന്നെ അത് മേലെ കെട്ടിയിട്ട് കുറച്ചിനായിട്ടുള്ളൂ. അപ്പോൾ ഇനി കുറേ പണികളുണ്ട്. ഇതാ ഫ്രണ്ട്സ് ഞങ്ങളിവിടെ കല്ലുകളൊക്കെ അടുക്കി വെച്ച് അതിന് മേലെ കയറിയിരിക്കുകയാണ്. അപ്പോൾ ഇത്രയുള്ളൂ. എന്നിട്ട് വീഡിയോ ബൈ.